മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട് സർക്കാർ. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായെന്നാണ് വിചിത്ര കണക്ക്. എത്ര പറയുമ്പോ കേൾക്കണം, പറഞ്ഞപ്പോ കേട്ടു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചെലവായത് 2,76,00,000 രൂപ. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് 10 കോടി രൂപ. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം, കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. സർക്കാർ ഇപ്പോൾ ഒരു വിശദീകരണം ഇറക്കിയിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇത് കേന്ദ്രത്തിന്റെ മാനദണ്ഡ പ്രകാരമുള്ള കണക്കുകളാണ്. ഒന്നാമത്തെ വിശദീകരണം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വിശദീകരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ചെലവാക്കിയ തുക മാത്രമല്ല, ഇനി ചെലവാക്കാൻ ഇരിക്കുന്ന തുക കൂടിയാണ് എന്നുള്ളതാണ്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തുന്ന കുട്ടികളും കെട്ടിയുള്ള ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി രൂപ, വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിന് വേണ്ടി 10 കോടി രൂപ. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. 11 കോടി രൂപ വസ്ത്രത്തിനായി ചെലവാക്കിയെന്ന് പറയുമ്പോൾ ക്യാമ്പുകളിലുള്ളത് 4,000-ഓളം പേരാണ്. അതായത് ഒരാൾക്ക് 30,000 രൂപ വസ്ത്രത്തിന് വേണ്ടി ചെലവായി എന്ന് പറയുന്നു. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. നമ്മൾ തന്നെ ഈ ക്യാമ്പ് കാലത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒന്നിലധികം വസ്ത്രം നൽകുന്നില്ല എന്ന് കരഞ്ഞു പറയുന്ന ക്യാമ്പിലെ ജീവിക്കുന്നവരുടെ പ്രതികരണം നമ്മൾ കൊടുത്തതാണ്. ഒരാൾക്ക് 30,000 രൂപയുടെ വേഷം കൊടുത്തു, വസ്ത്രം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തൊരു കള്ളക്കണക്കാണിത്! നിങ്ങളെക്കാളും വലിയ കള്ളന്മാരാ ഇവര്, ലയേഴ്സ്. മാത്രവുമല്ല, ആ ക്യാമ്പിൽ എത്രത്തോളം വസ്ത്രങ്ങൾ എത്തിയിരുന്നു. ഈ സഹായവുമായി ഒരുപാട് ആളുകൾ എത്തിയതിൽ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? സഹായമായി എത്തുന്ന സാധനങ്ങൾ സമാഹരിക്കുന്ന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾക്കൊപ്പം വസ്ത്രങ്ങളുണ്ട്, വീട്ടുപകരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടും അതിനുശേഷവും പെർ ഹെഡ് 30,000 രൂപ വെച്ച് ഏകദേശം 11 കോടി രൂപയ്ക്ക് വസ്ത്രം വാങ്ങി എന്നൊരു കണക്ക് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളെ നാളെ വരും. ഇതെന്ത് നാടാണ് മാഷേ? ഇവിടെ കള്ളന്മാരല്ല, നല്ല മനുഷ്യരാരും ഇല്ലേ? അതുപോലെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കൊടുത്ത വകയിൽ ഉള്ള കണക്ക് 10 കോടിയാണ്. 10 കോടി രൂപയ്ക്ക് എത്ര ദിവസം ഭക്ഷണം കൊടുക്കാൻ സാധിക്കും? പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മറന്ന് കിടക്ക. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.